ഹായ് ഫ്രണ്ട്സ്, ലെയാസ് ആർട്ടിലേക്ക് സ്വാഗതം. 39 ഇഞ്ച് സൈസ് സാരി ബ്ലൗസ് ലൈനിങ് ഇട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ലൈനിങ് ആണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് അതിൻ്റെ ഷോൾഡർ 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ദെൻ താഴെ വരുമ്പം 32 ആണ്, അതിന് 9.5 എടുത്തു. നെക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നു. ആം ഹോള് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഒരു 3/4 ഇഞ്ച് ഇതിട്ടിട്ട് ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് താഴേക്ക് ഷേപ്പ് വരയ്ക്കുന്നു, കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വീതിയില്ലാതെ ലൈനിങ് ക്ലോത്തിൽ എങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. ബാക്ക് പീസ് വെട്ടി എടുത്തു കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മാർക്കിങ്സ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാം. ബാക്ക് പീസിൻ്റെ മാർക്കിങ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് നമുക്ക് ബാക്ക് പീസ് ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഫ്രണ്ടിൽ നെക്ക്, നമ്മുടെ കട്ടിങ്, ആം ഹോള് എല്ലാം. ഫ്രണ്ടിൽ ആം ഹോൾ എപ്പോഴും നമുക്ക് 1/2 ഇഞ്ച് അകത്തേക്ക് ഷേപ്പ് ഇട്ട് വരയ്ക്കണം. അതുപോലെ ബ്ലൗസിന് വണ്ണം 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരിക്കലും ക്രോസ് ആയിട്ടുള്ള ഇടുന്ന പീസിൽ നിന്ന് നമ്മൾ കട്ടിങ് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് കട്ടിങ് ഷേപ്പ് മാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്ട്രെയിറ്റ് പീസിലാണ് നമ്മൾ കട്ടിങ് എടുക്കുന്നത്. 6 ഇഞ്ചാണ് നെക്ക് കൊടുത്തിരിക്കുന്നത്. നെക്ക് വിടുത്ത് 3 ഇഞ്ച് ഒക്കെ റൗണ്ട് ഷേപ്പാണ് വേണ്ടത്. ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ആം ഹോള് ജസ്റ്റ് 1/2 ഇഞ്ച് അകത്തേക്ക് കയറ്റി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പീസ് വെട്ടാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ ഈ ലൈനിങ് പീസ് വച്ചിട്ട് എങ്ങനെ നമുക്ക് ക്രോസ് ആയിട്ട് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളിപ്പോൾ മുറിച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സ്ലീവാണ്. ഉള്ള പീസിനെ നടുവേ മടക്കിയിടുന്നു. അതിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ട് സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ 3.5 ഇഞ്ച് താഴേക്ക് ഷേപ്പ് എടുത്തിട്ട് അവിടുന്ന് കർവ് ഷേപ്പിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റാർട്ടിങ് ഒരു 1.5 ഇഞ്ച് താഴെ ആം ഹോളിൻ്റെ എൻഡിലും ഒരു 1.5 ഇഞ്ച് സ്ട്രെയിറ്റ് വരുന്ന പോലെ ആക്കി ബാക്കി ഇതേമാതിരി ഒരു കർവ് ആയിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കൈയുടെ അടിവശത്തെ വണ്ണം നോക്കി അതിൽ നിന്ന് +1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈയിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് കട്ടിംഗ് ആണ്. അതും ആയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ പീസും നമുക്ക് നല്ല പീസിൽ വച്ചിട്ട് ഈസി ആയിട്ട് മുറിച്ച് മാറ്റിയെടുക്കാം. വച്ച് വെട്ടുമ്പോൾ വളരെ എളുപ്പമുണ്ട്. ഫ്രണ്ട് പീസ് ഇതേപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടക്ക് പോയിൻറ്റ്സൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ടക്ക് പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ കൈയും സെയിം ക്ലോത്തിൽ വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. കട്ടിങ്ങും കൂടി എടുക്കുമ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.